2025 ഡിസംബർ 28-ന് ഇറാനിലെ ഗ്രാൻഡ് ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ ജ്വാല ഇന്ന് രാജ്യത്താകമാനം പടർന്നിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ സാമ്പത്തിക അസ്ഥിരതയായിരുന്നു പ്രധാന വിഷയം. എന്നാൽ 14 ദിവസം പിന്നിടുമ്പോൾ ഇറാനിലെ പൗരോഹിത്യ ഭരണകൂടത്തിനെതിരായി അത് മാറിക്കഴിഞ്ഞു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇറാനിൽ അധികാരത്തിൽ വന്ന പൗരോഹിത്യ വ്യവസ്ഥിതിക്ക് അതൊരു വെല്ലുവിളിയായി മാറിയിട്ടുമുണ്ട്. ഇറാനിലെ സ്ത്രീകൾ ഖാംനയുടെ ഫോട്ടോകൾ കത്തിച്ച ശേഷം അതിൽ നിന്ന് തീ പകർന്ന് സിഗരറ്റ് വലിക്കുന്ന വീഡിയോകൾ ആ രോഷത്തിന്റെ ഭാഗമായാണ് കണക്കാക്കുന്നത്. ഇവ സോഷ്യൽ മീഡിയയിൽ വൈറലാണെങ്കിലും ഇതുവരെ വീഡിയോയുടെ ആധികാരികത ഉറപ്പിക്കാനായിട്ടില്ല. ഇറാനിൽ നിലനിൽക്കുന്ന 2 വ്യത്യസ്ത നിയമങ്ങൾക്കെതിരായ പ്രതിഷേധമായിട്ടാണ് ഈ വീഡിയോയിലെ പ്രവർത്തികൾ വിലയിരുത്തുന്നത്. പരമോന്നത നേതാവിന്റെ ഫോട്ടോകൾ കത്തിക്കുന്നത് ഇറാനിയൻ നിയമപ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്നതാണ് ഒന്നാമത്തെ നിയമം. മറ്റൊന്ന് സ്ത്രീകൾക്ക് പുകവലിക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടാണ്. ഇറാനിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കെതിരായ പ്രതിഷേധമല്ല ഇത്, അവരുടെ അവകാശ പോരാട്ടം കൂടിയാണ്. 2022-ൽ ഇറാനിലെ സദാചാര പോലീസിന്റെ മർദ്ദനത്തെ തുടർന്ന് മഹ്സ അമിനി എന്ന യുവതി കൊല്ലപ്പെട്ടതിന് പിന്നാലെയും ഇറാനിൽ ഇത്തരം പ്രതിഷേധങ്ങൾ അരങ്ങേറിയിരുന്നു. പരസ്യമായി മുടി മുറിച്ചും ഹിജാബുകൾ കത്തിച്ചുമായിരുന്നു തങ്ങളുടെ അവകാശങ്ങൾ അടിച്ചമർത്തുന്ന പൗരോഹിത്യ ഭരണകൂടത്തെ അന്നവർ എതിർത്തത്. ഇതിനിടെ ഖാംനയ്ക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാൻ പഹ്ലവി രാജവംശത്തിലെ നിലവിലെ അംഗം റസ പഹ്ലവി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക വിപ്ലവത്തിൽ അധികാരം നഷ്ടപ്പെട്ട മുഹമ്മദ് റസ പഹ്ലവിയുടെ മൂത്ത മകനാണ് റസ പഹ്ലവി. രാജകുമാരൻ എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. 1979-ന് ശേഷം ഒരിക്കൽ പോലും റസ പഹ്ലവി ഇറാനിൽ കാലുകുത്തിയിട്ടുമില്ല. ഇറാനിലെ യുവതലമുറയെ വിജയത്തിന്റെ തലമുറ എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം സമരം തുടരണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അങ്ങനെ പൗരോഹിത്യ ഭരണകൂടത്തെ അട്ടിമറിച്ചാൽ അമേരിക്കയുടെ സഹായത്തോടെ ഇറാന്റെ ഭരണം പിടിച്ചെടുക്കാമെന്നാണ് റസ പഹ്ലവി കണക്കുകൂട്ടുന്നത്.